MES റിയാദ് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 ആശങ്കകളും പ്രത്യാശകളും എന്ന വിഷയത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് ആദ്യമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ 3 മാസമായി നമ്മുടെ രാജ്യത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020. 2015 UN പാസാക്കിയ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് 17 എണ്ണത്തിൽ സുപ്രധാനമായി എടുത്തു പറഞ്ഞ ഒന്നാണ് ആക്സസ് ടു എഡ്യൂക്കേഷൻ. അതിൻ്റെ ചുവട് പിടിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രീതി അത് ഒരു റോട്ടൺ രീതിയാണെന്നും റോട്ട് ലേണിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും അത് ഉദ്ദേശിച്ച രീതിയിൽ ഫലവത്താകുന്നില്ല എന്നും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 86-ന് ശേഷം ഇപ്പോൾ ആദ്യമായി 34 വർഷങ്ങൾക്ക് ശേഷം പുതിയ ഒരു പോളിസി സർക്കാർ അവതരിപ്പിക്കുന്നത്. അടുത്ത 10-15 വർഷത്തിനുള്ളിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും എൻറോൾമെൻറ്റ് ഇരട്ടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ആക്സസ് ടു ഓൾ എന്നുള്ളതിന് പകരം ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷൻ ടു ഓൾ എന്നുള്ളതിലേക്ക് ചുവട് മാറ്റുകയാണ്. ഇതിൻ്റെ വിവിധ വശങ്ങൾ പല വ്യക്തികളും സംസാരിച്ച് കണ്ടു. ഒരു കോളേജ് അധ്യാപകൻ എന്ന നിലയിൽ ഇത് വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഈസ് ബേസിക്കലി സ്ട്രക്ചറൽ ചേഞ്ച്, ടെക്നോളജി ഓറിയൻറ്റഡ്, ട്രെയിനിങ് ഓറിയൻറ്റഡ്, റിസർച്ച് ഓറിയൻറ്റഡ്, ആക്സസ് ഓറിയൻറ്റഡ്. നമുക്കറിയാം ഇതുവരെയുള്ള 10+2 മാറി 5+3+3+4 എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. അതായത് 15 വർഷം പഠനം അംഗൻവാടിയിൽ നിന്ന് തന്നെ, LKG ക്ലാസ്സിൽ നിന്ന് തന്നെ, കിൻഡർഗാർട്ടൻ തന്നെ തുടങ്ങുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗം 12-ാം ക്ലാസ്സിന് ശേഷമുള്ള രംഗം, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, +2 കടക്കുന്നവരിൽ ഒട്ടനവധി പേർ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ +2 കടക്കുന്നവരിൽ 26% പേരാണ് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നത്. അതിനെ 50% ഉയർത്തുന്നൊരു ലക്ഷ്യമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ലക്ഷ്യം വെക്കുന്നത്. അതിനായി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. ഒരു സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത് 3 വർഷം ഡിഗ്രി, 2 വർഷം PG, 1 വർഷം MPhil, പിന്നീട് റിസർച്ച് എന്നുള്ളതിന് പകരം 3-4 വർഷം എടുത്തുള്ള ഡിഗ്രി, 1 PG, അതിനുശേഷം റിസർച്ചിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം നമ്മുടെ രാജ്യത്ത് 100,000 ഗ്രാജുവേറ്റ്സിൽ കേവലം 11 പേർ മാത്രമാണ് റിസർച്ചിലെത്തിപ്പെടുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും അറ്റത്ത് എത്തിപ്പെടുന്ന അത്ര ആളുകളൂ എന്നർത്ഥം. അത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി റിസർച്ചിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ക്രമീകരണങ്ങളുള്ളത്. ഡിഗ്രി 4 വർഷമാക്കി മാറ്റുകയാണ്. പക്ഷേ അത് 4 വർഷമാക്കുന്നത് വിദ്യാർത്ഥികൾ ഗുണകരമാണ്. പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിന് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയൊരു നേട്ടം, അതിന് മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് ചോയ്സ് ഓപ്ഷനുണ്ട്. ഏത് സമയത്തും കോഴ്സിന് ചേരുകയും നിർത്തി പോവുകയും തിരിച്ചു വരികയും ചെയ്യാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ മെച്ചപ്പെട്ടതാണ്. അവർക്ക് 1-ാം വർഷം ഒരു വിദ്യാർത്ഥി BSc കെമിസ്ട്രിക്ക് ചേർന്ന ഒരു വിദ്യാർത്ഥി ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൊണ്ട്, വിവാഹം കഴിച്ചതുകൊണ്ട്, അസുഖം കൊണ്ട് പഠനം തുടരാതെ അവസ്ഥയിലെത്താം. ഇന്ന് ആ കുട്ടി അങ്ങനെ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ
അതുവരെ പഠിച്ച ഒരു വർഷം പഠിച്ച അല്ലെങ്കിൽ 2 വർഷം പഠിച്ചത് പരിപൂർണ്ണ നഷ്ടപ്പെട്ടു പോകും. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഒരു വിദ്യാർത്ഥി ഒരു കോഴ്സ് ചേർന്ന് കഴിഞ്ഞാൽ 1 വർഷം കംപ്ലീറ്റ് ചെയ്താൽ ആ കോഴ്സിൽ അയാൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കും. 2 വർഷം കംപ്ലീറ്റ് ചെയ്താൽ അയാൾക്ക് ഒരു ഡിപ്ലോമ ലഭിക്കും. 3 വർഷം കംപ്ലീറ്റ് ചെയ്താൽ അയാൾക്ക് ഡിഗ്രി ലഭിക്കും. 4 വർഷം കംപ്ലീറ്റ് ചെയ്താൽ അയാൾക്ക് ഹോണേഴ്സ് ലഭിക്കും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ എൻട്രി സാധ്യതയുണ്ട്. 1 വർഷം കഴിഞ്ഞിട്ട് ഒരാൾക്ക് നിർത്തിപ്പോകാം, 2-3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കാം. പക്ഷെ അപ്പോൾ ആ 1-ാമത്തെ വർഷം പഠിച്ചത് നഷ്ടപ്പെടില്ല. 4 വർഷം ആ വിദ്യാർത്ഥിക്ക് തുടർച്ചയായിട്ട് കോളേജിൽ തുടരുകയോ തുടരാതിരിക്കുകയോ ചെയ്യാം. സ്ഥാപനം മാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ 4 വർഷത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ മാറ്റാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പഠിച്ചത് നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയത് പഠിക്കാനുള്ള അവസരമുണ്ട്. അതുവഴി 1 വർഷത്തെ PG ചെയ്ത് ആ PGയിൽ വിഷയങ്ങൾ നിർണയിച്ച് റിസർച്ചിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെയധികം സൗകര്യപ്രദമാണ്. അക്കാഡമിക്കായിട്ട് ഏറ്റവും സൗകര്യപ്രദമാണ് പുതിയത്. അതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, കോളേജുകളെ എല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ടുള്ള സ്ട്രക്ചറാണ് വരുന്നത്. 3 തരം യൂണിവേഴ്സിറ്റികൾ മാത്രമാണ്: റിസർച്ച് യൂണിവേഴ്സിറ്റി, റിസർച്ച് ആൻഡ് ടീച്ചിങ് യൂണിവേഴ്സിറ്റി, ടീച്ചിങ് യൂണിവേഴ്സിറ്റി. സാധാരണ കോളേജുകൾ മുഴുവൻ തന്നെ, അഫിലിയേറ്റഡ് കോളേജുകളെല്ലാം തന്നെ മാറ്റുക. IIT ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളെ, വളരെ ഉന്നതിയിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളെ റിസർച്ച് യൂണിവേഴ്സിറ്റി മാത്രമേ നിലനിർത്തുക. മറ്റുള്ള സ്ഥാപനങ്ങളെ ടീച്ചിങ്ങോടുള്ള യൂണിവേഴ്സിറ്റിയെ നിർത്തുക. 3-ാമത് ടീച്ചിങ് മാത്രമുള്ള യൂണിവേഴ്സിറ്റി, സാധാരണ കോളേജുകൾ, എല്ലാ സ്ഥാപനങ്ങളെയും ഓട്ടോണമസ് ആക്കി മാറ്റുക. കൊച്ചു കൊച്ചു സ്ഥാപനങ്ങളെ അതായത് തേർഡ് ഗ്രേഡിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളെ സെക്കൻഡ് ഗ്രേഡിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി ആയിട്ട് ഉയർത്താൻ വേണ്ടി അതാത് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുക. സെക്കൻഡ് ഗ്രേഡിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി 1-ാം ഗ്രേഡ് യൂണിവേഴ്സിറ്റി ആവാൻ വേണ്ടി പ്രവർത്തിക്കുക. ഇതിനുള്ള സ്വാതന്ത്ര്യം യൂണിവേഴ്സിറ്റികൾക്കാണ്. പലരുടെയും ആശങ്ക ഉള്ളത് പഠിപ്പിക്കുന്നിടത്ത് ചില ഒളി അജണ്ടകൾ ഉണ്ടാവുന്നുള്ളതാണ്. ഇവിടെ കരിക്കുലം ഫ്രെയിം ചെയ്യാനും സിലബസ് ഫ്രെയിം ചെയ്യാനും എല്ലാമുള്ള സ്വാതന്ത്ര്യം അതാത് യൂണിവേഴ്സിറ്റികൾക്കും അധ്യാപകർക്കാണ് നൽകിയിട്ടുള്ളത്. അധ്യാപകർക്കാണ് അക്കാഡമിക് ഫ്രീഡം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് പഠിപ്പിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ എന്ത് പഠിപ്പിക്കണമെന്ന് അധ്യാപകർ അതാത് സർവകലാശാലകളാണ് തീരുമാനിക്കുന്നത്. മറ്റൊരു പ്രധാന മാറ്റം വിദേശ യൂണിവേഴ്സിറ്റികൾക്ക് പ്രവർത്തിക്കാൻ അനുവാദം നൽകുക എന്നുള്ളതാണ്. ലോകത്തെ 100 പ്രശസ്ത യൂണിവേഴ്സിറ്റികളെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഒരു തീരുമാനം, ഒരു രീതി. അതുവഴി നമ്മുടെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾക്ക് ഭീഷണിയാകുമെന്നാണ് പേടി. അത് ശരിയല്ല. ഇപ്പം തന്നെ ഒരുപാട് ആൾ വിദേശത്ത് പോയി പഠിക്കുന്നുണ്ടല്ലോ. ആ വിദേശത്തുള്ള യൂണിവേഴ്സിറ്റി ഇവിടെ ക്യാമ്പസ് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ സാധിക്കും. മാത്രമല്ല, അമേരിക്കയിലെ ഐവി ലീഗ് ഗ്രൂപ്പിൽപ്പെട്ട യൂണിവേഴ്സിറ്റികളെക്കാൾ സമ്മതം അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ വലിയ സാമ്പത്തികമായിട്ട് ഫീസ് നൽകേണ്ടി വരില്ല എന്നാണ് ഒരു ഭയം ഉണ്ടാവുക. അതിന് സർക്കാർ പറയുന്നത് അവരൊരു ഫീസ് ക്യാപ്പ് ഫിക്സ് ചെയ്യുന്നതാണ്. ആ ക്യാപ്പിൻ്റെ മേലേക്ക് ഫീസ് കളക്ട് ചെയ്യാൻ അനുവാദം ഉണ്ടാകില്ല. അതുകൊണ്ട് അധ്യാപകരിടയിലും യൂണിവേഴ്സിറ്റികൾ ഇടയിലെല്ലാം തന്നെ ക്വാളിറ്റേറ്റീവായി ഇംപ്രൂവ് ചെയ്യാനുള്ള മത്സരം നടക്കും. കാരണം നല്ല ക്വാളിറ്റി ഉള്ള സർവകലാശാലകളിലായിരിക്കും വിദ്യാർത്ഥികൾ കടന്നു ചെല്ലുക. അതുകൊണ്ട് തന്നെ അധ്യാപകരും സർവകലാശാലകളും സ്ഥാപനങ്ങളെല്ലാം തന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. അവരുടെ പ്രവർത്തനങ്ങൾ റിസർച്ച് ഓറിയൻറ്റഡ് ആക്കി സമൂഹത്തിന് ഉപകാരപ്രദമായ റിസർച്ച് സംഘടിപ്പിക്കുന്നതിലേക്ക് അവർ ശ്രദ്ധ തിരിക്കും. ഇന്നുള്ള BEd കോളേജുകളെല്ലാം തന്നെ നിർത്തലാക്കി ഡിഗ്രിയോടൊപ്പം തന്നെ ട്രെയിനിങ് നൽകി അധ്യാപകരായി വളർത്താനുള്ള ഒരു പരിപാടി കൂടെ ഇതിന് കൂടെ ഉണ്ട്. അപ്പോൾ കോളേജ് രംഗത്ത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം വളരെയധികം അക്കാദമിക് സ്വാതന്ത്ര്യവും അവരുടെ പഠന നിലവാരം കേവലം മനഃപ്പാഠമാക്കിയിട്ടുള്ള രീതി മാറ്റി ഗവേഷണാത്മകമായി പഠിക്കാനും സ്വന്തമായ അഭിപ്രായങ്ങളിലൂടെ പഠിക്കാനല്ല ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നത്.
നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്നുള്ള ഒരു ബോഡിയിലൂടെ റിസർച്ചിന് വേണ്ടി ഒരുപാട് പണം 20,000 കോടി രൂപ ഒരു വർഷത്തിൽ ചെലവഴിക്കാനാണ് പദ്ധതിയിട്ടുള്ളത്. എല്ലാ യൂണിവേഴ്സിറ്റികളെയും ഇന്ന് നിയന്ത്രിക്കുന്ന UGC, മറ്റ് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന AITC മുതലെല്ലാം മാറ്റി നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ അതോറിറ്റി, നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി രൂപീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ റെഗുലേറ്ററി അതോറിറ്റി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ഇനി തിരുത്താനാണ് നമ്മൾ ആശങ്കപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. റെഗുലേറ്ററി അതോറിറ്റി വരും. ആ റെഗുലേറ്ററി അതോറിറ്റിയിലാണ് നമ്മളുടെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് കാര്യങ്ങൾ തീരുമാനിപ്പിക്കപ്പെടേണ്ടത്. MHRD മാറ്റി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയി കഴിഞ്ഞു. 22 മുതൽ ഇത് പ്രാബല്യത്തിൽ തുടങ്ങും. 30 ആവുമ്പോഴേക്ക് നമ്മുടെ കോളേജ് വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഘടന ആകെ മാറ്റും. 35 ആവുമ്പോഴേക്ക് ഇതിലൂടെ പ്രതീക്ഷിച്ച ഗുണങ്ങളും ഉണ്ടായി വരും എന്നാണ് കരുതുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനും ആലോചിക്കാനും ആശങ്കകളെക്കുറിച്ചുള്ള ഭീതി അകറ്റാനും ഒരുപാട് അവസരങ്ങളും വേദികളുണ്ട്. അവിടെ സജീവമായി MES പോലുള്ള സംഘടനകൾ ഇടപെടണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. വിദ്യാർത്ഥി സെൻറ്റേർഡ് ആയിട്ടുള്ള, വിദ്യാർത്ഥി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, വിദ്യാർത്ഥികൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ രീതിയാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് ഇത് സ്വാഗതം ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.